ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള, നല്ല കൂട്ടാൻ നല്ല സുഖമുള്ള ഒരു കറി. ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ആരായാലും ഉണ്ടാക്കി കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ് അതിന്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഗരം മസാലയെല്ലാം കൂടെ മൂപ്പിച്ച് അതിനകത്തേക്ക് നമ്മുടെ ഉള്ളിയും മൂപ്പിച്ചെടുക്കാം. മുഴുവൻ ഉള്ളി അതേപോലെ നമ്മൾ കറീനകത്തേക്ക് ഇടാൻ പാടില്ല. കുറച്ച് മാത്രം നമ്മൾ ഇറച്ചിനകത്തേക്ക് ഇടുക. ബാക്കി കുറച്ചെടുത്തിട്ട് അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു കല മസാലപ്പൊടിയാണ് അതാണ് ഞാൻ ഇട്ടത്. അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു കല മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ പല കൊപ്ര പലതും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാലയാണത്. ആ മസാല കുറച്ചിട്ടാൽ മതി, ഭയങ്കര ടേസ്റ്റാണ്. അത് എല്ലാം കൂടെ മിക്സിയിൽ അരച്ച് വയ്ക്കാം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി, കൂടുതൽ വേണ്ട, ഒരു തക്കാളി, അതും അതിൻ്റെ കൂടെ അരയ്ക്കാം. എല്ലാം കൂടെ അരച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയിൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വെച്ചില്ല, അതിനകത്ത് ഉപ്പ്, മഞ്ഞൾ ഇതെല്ലാം ഇട്ട് വയ്ക്കാം. പിന്നെ അരച്ചതിന് ശേഷം ഉള്ള മസാല അതിനകത്ത് ചേർക്കുക. ആവശ്യത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് അത് ചേർക്കുക. നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഇതിന് തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ തേങ്ങാക്കറി പോലെ തന്നെ ഉണ്ടാവും. കാരണം കാല മസാലയിൽ കൊപ്ര കാര്യങ്ങളെല്ലാം കൂട്ടിയതാണ്. കൊപ്ര, വെളുത്തുള്ളി, അങ്ങനെ പല ഐറ്റംസ് അതിനകത്ത് കൂട്ടുന്നുണ്ട്, ഗരം മസാല. അതുകൊണ്ട് അത് കുറച്ചിട്ടാൽ മതി, ഭയങ്കര ടേസ്റ്റാണ്. കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഇതേ മസാല വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ കൊടുത്തയക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. മഹാരാഷ്ട്രൻസാണ് അധികം ഈ കാല മസാല യൂസ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ. നല്ല ടേസ്റ്റാണ്. നമ്മളാവുമ്പോൾ നമ്മൾ കുറേ പച്ചത്തേങ്ങ കാര്യങ്ങളൊക്കെ അരയ്ക്കേണ്ടത്, അതിനൊന്നും ആവശ്യമില്ല.